ഹലോ എവരി വൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പം കുറേ നാളായിട്ട് ആ സ്ഥലത്ത് പോകാൻ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലിയുടെ തിരക്ക് കാരണം നമുക്കത് പോകാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുക. അപ്പം അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം ആൽദി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ അൽദിയിൽ പോയി നമുക്ക് വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. കാരണം ഇന്ന് 4 മണിയാകുമ്പോൾ ഷോപ്പ് അടയ്ക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെ പേര് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഡാൾട്ടൺ പാർക്കാണ്. അപ്പോൾ ഡാൾട്ടൺ പാർക്ക് കുറച്ചവർക്കൊക്കെ അറിയായിരിക്കും. ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റാണ്. ഈ ബ്രാൻഡഡ് സാധനങ്ങൾ, അങ്ങനത്തെ എന്താ പറയുക, ബസാർ, അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉള്ള ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം വരുന്ന ഒരു ഔട്ട്ലെറ്റാണ് ഡാൾട്ടൺ. അപ്പോൾ നമ്മൾ ഡാൾട്ടൺ പാർക്കിൽ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഷോപ്പിലൊന്ന് കയറണം. അപ്പം ബോഡി ഷോപ്പിൻ്റെ നമ്മളെ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. അപ്പം ബോഡി ഷോപ്പിൻ്റെ ജിഞ്ചർ ഷാമ്പൂവും ജിഞ്ചർ കണ്ടീഷണറുമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കത് യൂസ്ഫുൾ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നമ്മൾ എനിക്കൊന്നൊരു 2-3 മന്ത്സിന് മുമ്പേ അല്ലേ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബോട്ടിൽ തീർന്നു. അപ്പം നമ്മൾ ഇന്ന് അത് വാങ്ങാനായിട്ടാണ് നമ്മൾ ഇന്ന് ഡാൾട്ടൺ പാർക്കിൽ പോകുന്നത്. അപ്പം ബോഡി ഷോപ്പ് മാത്രമല്ല, അവിടെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫേമസ് ബ്രാൻഡുകളുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഡാൾട്ടൺ പാർക്കിൽ ഉണ്ടാകുന്നത്. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ ഒരു വ്യൂ എല്ലാം, എന്തൊക്കെ ഷോപ്പുണ്ട്. പിന്നെ സൺഡേസിൽ മാത്രം അവിടെ 4 o'clock വരെയുള്ളൂ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ 10 തൊട്ട് വൈകുന്നേരം ഒരു 9 o'clock അത്രയും കണ്ട് വരെ ഉണ്ടത്. അപ്പം നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എത്ര മണി വരെ ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് റഷിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടയ്ക്കും. അപ്പോൾ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 2 മണിയായി ഇവിടെ. അപ്പം അപ്പം എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ബോഡി ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പം ബോഡി ഷോപ്പ് മാത്രമല്ല, അവിടെ അത്യാവശ്യം നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ പിന്നെ പ്രൈസ് വേരിയൻറ്റും ഉണ്ട് അവിടെ. ഈ ഒരു ഹോൾസെയിൽ ഔട്ട്ലെറ്റും കൂടെ ആയതുകൊണ്ട് യൂഷ്വലി നമ്മൾ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പ്രൈസിനൊരു വേരിയേഷൻ ഉണ്ട്. എന്തൊരു കുലുക്കമല്ല വണ്ടിക്ക്, പ്രൈസിലൊരു വേരിയേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഔട്ട്ലെറ്റിൽ മാത്രം പോയി എടുക്കുന്നത്. ക്ലാസ് സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പം ബോഡി ഷോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നേ മിഡിൽ സ്പ്രോയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലോസ് ആയിപ്പോയി. അപ്പം നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ പോയി ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അവിടെ പോകുന്നതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ. സാധാരണ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളെ പോലെ അല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഭയങ്കര വലിയൊരു ഷോപ്പാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ആ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി ഷോപ്പിൽ നമ്മൾ വാങ്ങുന്ന ഒരു ക്രീം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ആണെങ്കിൽ അതിൻ്റെ നോർമൽ ഔട്ട്ലെറ്റ്സിലൊക്കെ അതിൻ്റെ 1-2 കൂടിപ്പോയ ഒരു 3 വേരിയൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനൊരു ഔട്ട്ലെറ്റ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് അതിനകത്തുണ്ട്. പിന്നെ ഹാമ്പേഴ്സ് ഉണ്ട്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹാൻഡ് ക്രീമുകൾ, ഷാംപൂസിന് അല്ലെങ്കിൽ വൈറ്റമിൻ നമ്മുടെ സിറംസ് അല്ലെങ്കിൽ ക്രീമുകൾ, അങ്ങനെ ഒരുപാട് ഞാൻ കാണിച്ചു തരാം. അതെല്ലാം നിങ്ങളെ വഴി. അപ്പോൾ വീട്ടിലോട്ട് പോവാം. നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നേക്കുവാണ്. അപ്പം നമ്മൾ അവളെയും കൂടി കൂട്ടിയിട്ടാണ്, മിക്കവാറും അവരുടെ വണ്ടിക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വേഗം കാണാം. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പം തന്നെ ഒരു 2 മണിയായി. സോ നമ്മൾ ഇപ്പോൾ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഗൈസ്, നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നെയിൽ പോളിഷ് ഇടുന്നതേ ഉള്ളൂ. എത്ര നേരത്തെ നമ്മൾ റെഡി ആവണമെന്ന് പറഞ്ഞ വേഗം വരുന്നുണ്ടോ ഇങ്ങോട്ട്? അങ്ങനെ നമ്മൾ ഡാൾട്ടൺ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് വന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ്.
ബേക്കാണ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഏതൊക്കെ ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് ബോഡി ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഔട്ട്ലെറ്റ്. അപ്പം ഞാൻ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇവിടെ അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണെങ്കിൽ ഷവർ ജെല്ല് തുടങ്ങി അങ്ങേയറ്റം ഹാൻഡ് ക്രീം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോഡി ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ സാധനങ്ങളുള്ളതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചെന്നും പിന്നെ അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്ന അടിപൊളി ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു മൾട്ടി ടാസ്കിങ് കളർ വന്നിട്ട് മാറ്റിൻ്റെ ഷെയ്ഡാണ്. ഇതിൻ്റെ പല വേരിയൻസ് ഇവിടെ ഉണ്ട്. ഇതും ഒരു നൈസ് ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട്. അപ്പം ഞാനിപ്പം ഈ ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ്. ഇവിടെ ഈ നമ്മുടെ ഒരു ഇങ്ങനത്തെ ഒരു ട്യൂബ് അല്ലാതെ തന്നെ നമുക്കിവിടെ പെൻസിൽ ടൈപ്പ് ട്യൂബുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഓരോ കളറുകളും ഇവിടെ അവൈലബിൾ. അത് ഞാൻ എടുത്തോളൂ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ നോർമൽ ലിപ്സ്റ്റിക് ടൈപ്പ് വരുന്ന നോർമലായിട്ടുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. ഇത് ബ്രൗൺസിങ് പൗഡറാണ്. നമ്മൾ ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇതിൻ്റെ ഓർഗാനിക് സാധനങ്ങളാണ് കിട്ടുന്നത്. എന്തുവാ ബോഡി ലോഷനാണോ? അതുകൊണ്ടാണ് കത്തിരിക്കുന്നത്. ഷവർ ജെല്ലാണോ? ഇവിടെ നമുക്ക് പല ടൈപ്പ് നമുക്ക് ഫൗണ്ടേഷൻസ്, നമ്മുടെ സ്കിൻ ടിൻറ്റ് സാധനങ്ങൾ, അങ്ങനത്തെ എല്ലാവിധ മേക്കപ്പ് പ്രോഡക്റ്റ്സുകളും നമുക്കിവിടെ കിട്ടാവുന്നതാണ്. ഇതുണ്ട് നമ്മുടെ പല ഷെയ്ഡിലുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്, പക്ഷേ ഇതെല്ലാം ഓർഗാനിക്കായിട്ടുള്ള ഫൗണ്ടേഷനാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ആമ്പേഴ്സിൻ്റെ കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇവിടെ പല വേരിയൻ്റ് ആയിട്ടുള്ള പല ടൈപ്പ് ഗിഫ്റ്റ് ആമ്പേഴ്സ് ഉണ്ട്. അതിലൊന്നാണിത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഹാൻഡ് ക്രീം, അല്ലെങ്കിൽ ബോഡി ലോഷൻ, ബോഡി ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വരുന്ന എന്നാൽ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ബോക്സസ് കാണാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഈ ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഒരു ഹാൻഡ് ക്രീമുണ്ട്, ഒരു ചെറിയൊരു ലിപ് ബാം ഉണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു നല്ലൊരു ക്യൂട്ട് ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലോ, കൂടുതലും ലേഡീസിനാണ് കേട്ടോ ഈ സാധനങ്ങൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ബോയ്സ് എനിക്കറിയില്ല ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമെന്ന്. സോ അവർക്ക് പറ്റിയ സാധനങ്ങളും ബോയ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഹാൻഡ് ക്രീം ഒന്നും ഉപയോഗിക്കാത്ത ആളായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ കൂടെ കൂടി പുള്ളിയും അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ അതെല്ലാവർക്കും അതിൻ്റെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഓർഗാനിക്കും കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ്.
പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് വെച്ച് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതിൻ്റെ ആ ഒരു മോയ്സ്ചർ എങ്ങനെയാണെന്ന് അറിയാനായിട്ടൊക്കെ നമുക്കിത് ഇങ്ങനെയാണ് അവർ ടെസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ച് പോർഷൻ നമ്മൾ എടുക്കുക, ജസ്റ്റ് കൈയുടെ മുകളിൽ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആൻറ്റി ഡാൻഡ്രഫ് ഉണ്ട്, നോർമൽ ഷാമ്പൂ ഉണ്ട്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ജിഞ്ചറിൻ്റെ ബോഡി ഷോപ്പിൻ്റെ ജിഞ്ചർ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഇതിൻ്റെ കണ്ടീഷണറും ഉണ്ട്. ഇതിൻ്റെ കണ്ടീഷണറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന കണ്ടീഷണർ നമ്മുടെ തലയോട്ടിയിൽ ഇടാൻ പറ്റാത്തതല്ലേ, ഇത് നമുക്ക് തലയോട്ടി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്മൂത്തായിട്ട് വരുന്ന ഒരു സാധനമാണ്. സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിനി പേയ്മെൻറ്റ് ഓപ്ഷന് പോകണം. നമുക്ക് ഇന്നൊരു കാർഡ് കൂടെ റെഡീം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അത് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഇത്രയൊക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പം നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കാർഡായിരുന്നു, അതൊരു 30 പൗണ്ട്സിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓൺലൈനിൽ പോയിട്ട് ആദ്യം അതിൻ്റെ റെഡീം ചെയ്തിട്ട് പിന്നെ ആ കാർഡ് നമുക്കിവിടെ കൊണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡാൽട്ടൺ പാർക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ കാര്യമോ ഒന്നിനെക്കുറിച്ചും അറിയാവേണ്ട കാര്യമില്ല. പിന്നെ ഈ നാട്ടിലോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ സാധനങ്ങൾ കുറച്ച് ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് വാങ്ങണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗിൽ കാണുന്നതുവരെ സീ യു ദെൻ, ബൈ.